നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ന്യൂ ചണ്ഡീഗഡിൽ ഇന്ത്യയുടെ ആധിപത്യം തുടരുകയാണ്. രണ്ടാം സെഷനിലും അഫ്ഗാനുമേൽ സമ്പൂർണ്ണ ആധിപത്യമാണ്. ആദ്യ സെഷനിൽ നമുക്ക് യശസ്വി ജയ്സ്വാളിൻ്റെ വിക്കറ്റാണ് നഷ്ടമായതെങ്കിൽ ഈ സെഷനിൽ സെഞ്ചുറി അർഹിച്ചിരുന്നു സായി സുദർശൻ. പക്ഷേ അദ്ദേഹം 81 റൺസിന് ഔട്ടായി. 2 വിക്കറ്റ് മുഹമ്മദ് സലീമിന്. അങ്ങനെ 2 വിക്കറ്റാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. രണ്ടാം സെഷൻ കഴിഞ്ഞു. ടീയുടെ സമയമായി. ചായക്ക് പിരിയുമ്പോൾ ഇന്ത്യ 50 ഓവറുകൾ ബാറ്റ് ചെയ്ത് 2 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസാണ് അടിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ ശുഭൻ ഗിൽ ക്രീസിലുണ്ട്, 20 റൺസുമായിട്ട് നിൽക്കുന്നു. അതുപോലെ സെഞ്ചുറിക്കരികിലേക്ക് KL രാഹുൽ എത്തുന്നു. അദ്ദേഹം 81 റൺസുമായിട്ട് നിൽക്കുന്നു. സോ ടീയുടെ സമയത്ത് 50 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റിന് 209 എന്ന നിലയിലാണ്. നമുക്കറിയാം, ആദ്യ സെഷനിൽ തന്നെ നമുക്ക് യശസ്വി ജയ്സ്വാളിന് നഷ്ടമായിരുന്നു. 12ാമത്തെ ഓവറിലാണ് അദ്ദേഹം മടങ്ങിയത്. ആ ഒരു എഡ്ജ് ചെയ്ത് നേരെ അഫ്സർ സസായിയുടെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. നല്ല രൂപത്തിലാണ് അദ്ദേഹം കളിച്ചു വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിക്കറ്റ് നഷ്ടമായി. 32 പന്തിൽ നിന്ന് 5 4 സഹായത്തോടെ 24 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. പിന്നെ KL രാഹുലും സായി സുദർശനും ചേർന്നുള്ള കൂട്ടുകെട്ട് അത് രണ്ടാം സെഷനിലും തുടർന്നു. മികച്ച രൂപത്തിൽ തന്നെ ടീം മുന്നോട്ട് പോവുകയും ചെയ്തു. ബട്ട് ഒടുവിൽ ടീക്ക് കുറച്ച് മുമ്പ് ഒരു 43ാമത്തെ ഓവറിൽ അദ്ദേഹം പുറത്തായി. സായി സുദർശൻ പുറത്തായി. ഒരിക്കൽ കൂടി മുഹമ്മദ് സലീമിൻ്റെ പന്തിൽ അഫ്സർ സസായി പിടിച്ചാണ് പുറത്തായത്. 104 പന്തുകളിൽ നിന്ന് 13 ഫോറുകളുടെ സഹായത്തോടെ 81 റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ച് അർഹിച്ച സെഞ്ചുറി കൈവിട്ട് സായി സുദർശൻ മടങ്ങിപ്പോയി. പക്ഷെ പിന്നെ KL രാഹുലിനോടൊപ്പം ശുഭൻ ഗിൽ ക്രീസിലേക്ക് എത്തി. രാഹുൽ അല്പം സ്ലോ ആയിരുന്നു. പക്ഷേ ഗില്ല് നല്ല രൂപത്തിൽ തന്നെ സ്കോർ ചെയ്തു. 28 പന്തിൽ നിന്ന് 4 ഫോർ സഹായത്തോടെ അദ്ദേഹം 20 റൺസ് അടിച്ചിരിക്കുന്നു. പുറത്താകെ നിൽക്കുന്നു. KL രാഹുൽ 137 പന്തിൽ നിന്ന് 9 ഫോർ സഹായത്തോടെ 81 റൺസുമായിട്ടും ക്രീസിൽ നിൽക്കുന്നു. എന്തായാലും അഫ്ഗാനിസ്ഥാൻ്റെ ബൗളിംഗ് അത്രമാത്രം ഒരു എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ സലീമിൻ്റെ കാര്യം എടുത്തു പറയണം. അദ്ദേഹം 10 ഓവറിൽ 50 റൺസിന് 2 വിക്കറ്റ്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ വിക്കറ്റുകളാണ് ഇവിടെ വീഴ്ത്തിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ആദ്യ വിക്കറ്റുകളാണ് വീഴ്ത്തിയിരിക്കുന്നത്. എന്തായാലും മൂന്നാമത്തെ സെഷൻ ഗംഭീരമായിട്ട് ഇന്ത്യ ആധിപത്യം പുലർത്തി വലിയൊരു സ്കോറിലേക്ക് തന്നെ പോകുമെന്ന് കരുതാം. ബാക്കി നാളെയും ആദ്യ സെഷന് കൂടി നമ്മൾ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാന് മുന്നിൽ ഒരു റൺമല തന്നെ ഉയർത്താൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.